കേരളത്തിലെത്തോളം ചരിത്ര വ്യാപ്തിയുള്ള ഒരു പ്രദേശം കൂടിയാണ് കണ്ണൂർ. പക്ഷെ എന്തുകൊണ്ടോ അധിക പഠനങ്ങളോ ചരിത്ര രചനകളോ സ്പർശിക്കാത്ത പോലൊരു ഇടം കൂടിയാണ് കണ്ണൂരിലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട സാംസ്കാരിക ചരിത്രങ്ങൾ. അതിൻ്റെ പരിമിതികൾ നമ്മുടെ പഠനങ്ങളുടെ ഭാഗമായി നിഴലിച്ച് കാണാൻ പറ്റുന്നുണ്ട്. 4 വർഷം മുമ്പ് ഇത് സംബന്ധമായി പലരോടായി അന്വേഷണം നടത്തിയപ്പോൾ പല രീതിയിൽ കൈമളർത്തിയ ഒരു സങ്കടകരമായ അവസ്ഥ കണ്ടിരുന്നു. ഏതായാലും അതിന് 2 വർഷം മുമ്പ് തലപ്പുറത്ത് സർ സയ്യിദ് കോളേജിൻ്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് വളരെ ബൃഹത്തായ രീതിയിൽ അവിടെ സെമിനാർ സംഘടിപ്പിക്കുകയാണ് കണ്ണൂർ മുസ്ലിങ്ങളെ കുറിച്ച്. ആ പരിപാടിയിലെ ചില കലകളും അതുപോലെ തന്നെ കണ്ണൂർ ദാറുൽ ഇസ്ലാത്ത് ഇറക്കിയ കണ്ണൂർ മുസ്ലിം ചരിത്രവും തുടങ്ങി ഏതാനും ചില ഗ്രന്ഥങ്ങളും മറ്റും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പേപ്പർ ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ പഠനങ്ങൾ ഈ മേഖലയിൽ നടക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. കണ്ണൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോടിനെ പോലെ തന്നെ അല്ലെങ്കിൽ കോഴിക്കോടാണ് കൂടുതൽ ഈ മലബാറിൽ ഉണ്ടാക്കിയ ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ ബേസിൽ പറയുന്നത്. കോഴിക്കോടിനെ പോലെ തന്നെ വലിയ വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും കച്ചവട ബന്ധങ്ങളും സാംസ്കാരിക കൈമാറലുകളൊക്കെ ഉണ്ടായ പ്രദേശം കൂടിയാണ് കണ്ണൂർ. ചില പോർച്ചുഗീസ് രേഖകൾ പരിശോധിച്ചാൽ തലശ്ശേരി എന്നത്തെ മലബാറിലെ തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണെന്നൊക്കെ പറയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും വലിയ സമ്പന്നമായ ചരിത്രം അവകാശപ്പെടാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ വിദേശ രാജ്യങ്ങളുമായി പ്രധാനമായി സമ്പർക്കത്തിലേർപ്പെടാനുള്ള പ്രധാന കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീരപ്രദേശങ്ങളുള്ള ജില്ല കൂടിയാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ വിദേശികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്പേസ് കണ്ണൂരിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അത് മറ്റു രാജാക്കന്മാരുമായും മറ്റു വിദേശ രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് അറബികൾ, പേർഷ്യക്കാർ, റോം, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം കണ്ണൂർ കാത്തു സൂക്ഷിക്കുന്നു. ക്രിസ്താബ്ദം 491 വരെ റോം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ വലിയ നിധിശേഖരം കണ്ണൂരിൽ കണ്ടെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നിരവധി സന്ദർശകർ, സഞ്ചാരികൾ കണ്ണൂരിനെ കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ടോളമി, മാർക്കോ പോളോ, ഇബ്നു ബത്തൂത്ത, അതുപോലെ തന്നെ പൈപ്പസിന്റെ കർത്താവ് തുടങ്ങി നിരവധി ലോകപ്രശസ്തരായ സഞ്ചാരികളും അവരുടെ കൃതികളിൽ കണ്ണൂരിനെ കുറിച്ച് പരാമർശിക്കുന്നു. അവരുടെ ഗ്രന്ഥങ്ങൾ സൂചിപ്പിച്ച മലബാറിലെ ചില പ്രധാന സ്ഥലങ്ങൾ കണ്ണൂരിലെ സ്ഥലങ്ങളെ കുറിച്ചാണ് ചരിത്രങ്ങൾ പറയുന്നത്. ത്രിയാസ എന്ന് പ്ലിനി എഴുതിയത് തലശ്ശേരിക്കടുത്ത നിട്ടൂറാണെന്നും മന്ദകാല എന്ന് പേപ്പസിന്റെ രചയിതാവ് പറഞ്ഞത് കണ്ണൂർ ജില്ലയിലെ പുരാതന നഗരമായ മാടായിയാണെന്നും ടോളമി കൃതികളിൽ പരാമർശിച്ച കൗവ കണ്ണൂരിന് 10 കിലോമീറ്റർ വടക്കുള്ള കവ്വായിയും നൗറ കണ്ണൂരുമാണെന്നും അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ സുഗന്ധവിളകളുടെ പ്രധാന വിപണന കേന്ദ്രം എന്നാണ് മാർക്കോ പോളോ കണ്ണൂരിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ എന്ന പേരിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയപ്പോഴും ഈ മുസ്ലിം അറബ് സ്വാധീനത്തിന് എന്ന് പറയാം. കണ്ണൂർ മദീനത്തുന്നൂറികൾ ബഹാദ് എന്ന് ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കണ്ണൂരിന് ആ പേര് വന്നതിൽ ഒരു ഭാഷ മാത്രമാണ്. പല കണ്ണന്റെ ഊരാണ് കണ്ണൂർ, അവിടുത്തെ പ്രധാന ക്ഷേത്രത്തിലേക്ക് ചേർത്ത് പറയുന്നത്. അങ്ങനെ പല പേരുകളിൽ കാണും. അറബ് നാട സഞ്ചാരികളാണ് ആ പേര് നൽകിയത് എന്നുള്ള വാദം കൂടി ചില ആളുകൾ ഉന്നയിച്ചതായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ തന്നെ നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ യഹൂദ മതചടങ്ങുകൾക്ക് ഉപയോഗിച്ചതായി മതഗ്രന്ഥങ്ങളിലെ തെളിവുകളെ അടിസ്ഥാനമാക്കി ഹൻസർ പ്രസ്താവിക്കുന്നുണ്ട്. ധർമ്മടം, മാടായി, തളിപ്പറമ്പ്, ശ്രീകണ്ഠപുരം എന്നിവിടങ്ങളിൽ ജൂത ആവാസ കേന്ദ്രത്തിന്റെ അടയാളങ്ങളായി മഞ്ഞ, ചൂതുക്കുളം തുടങ്ങിയ പുരാശേഷിപ്പുകൾ ഇന്നും കാണുന്നത് എന്ന് പറയുന്നു. അത് പൂർണ്ണമായും തൃപ്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിരവധി സ്വഹാബിമാരുടെ സാന്നിധ്യം കൊണ്ടും കണ്ണൂർ അനുഗ്രഹീതമാണെന്ന് നമുക്ക് അവിടുത്തെ പല മക്ബറകളുടെയും ചരിത്രം മനസ്സിലാക്കാൻ സാധിക്കും. കേസരി അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നത് ചെങ്കൽ പെരുമാൾ ചിറക്കരെ പലശ്ശേരിക്കടവിൽ വെച്ച് കുട്ടിയടയുകയും മുഹമ്മദ് നബിയുടെ പൂജനെ ഈ പെരുമാൾ സൽക്കരിക്കുകയും ഉണ്ടായിരുന്ന കേസരിയുടെ ചരിത്ര ഗവേഷണ പഠനങ്ങൾ 1-ാം വാല്യത്തിൽ പറയുന്നു. ഇത് തന്നെ മനസ്സിലാക്കാം കേരളത്തിൽ സ്വഹാബികൾ എത്തിയിട്ടുണ്ടെന്നും വിശേഷ കണ്ണൂരിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്നും അവരെ ഇവിടുത്തെ പെരുമാക്കന്മാർ സ്വീകരിക്കുകയും ഇവർക്ക് വേണ്ട എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
വിശ്രമ കേന്ദ്രങ്ങളായി അറിയപ്പെട്ടതുകൂടിയാണ്. ശ്രീകണ്ഠാപുരത്തുള്ള അജീബിന് ഹാജിമുത്തായുടെ അന്ത്യവിശ്രമ സ്ഥാനത്ത് സ്ഥാപിച്ച ശിലയിൽ വ്യക്തമായും ആ മഹാത്മാവിന്റെ പേര് രേഖപ്പെട്ട് കിടക്കുന്നു. ഹിജ്റ 74 വർഷം റബീഉൽ ആഖിർ ശനിയാഴ്ച മഹാനവകൾ അന്തരിച്ചു. അവരുടെ കൂടെ 200 അനുയായികൾ ഉണ്ടായിരുന്നു എന്നാണ് ആ ശിലാലേഖത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെ ഒരു സാംസ്കാരിക മുന്നേറ്റത്തിൽ പ്രധാനമായും, പ്രത്യേകിച്ച് ഇസ്ലാമിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പ്രധാനമായും ഒരു കാലഘട്ടത്തിൽ അതിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പുകൂടിയാണ്. കണ്ണൂരിന്റെ വടക്ക് കൊങ്കൺ തീരങ്ങളിൽ നൂറ്റാണ്ടുകളായി ഭരണം നടത്തിയത് മുസ്ലിങ്ങളായി. ഡെക്കാൻ സുൽത്താനേറ്റിൽപ്പെട്ട ഭരണാധികാരികൾ സാംസ്കാരിക സമ്പന്നരും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചവരുമായി. നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങൾ അവരുടെ തണലിൽ കൊങ്കൺ മേഖലയിൽ വളർന്നു. കണ്ണൂരിൽ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ കേന്ദ്രങ്ങളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിച്ചു. അതിന്റെ ഫലമായി ഉത്തരേന്ത്യയിൽ നിന്നും മധ്യ ഏഷ്യയിൽ നിന്നൊക്കെ വരുന്ന പണ്ഡിതന്മാർ ആദ്യമായി എത്തിച്ചേരുന്നത് കാസർഗോഡ്, കണ്ണൂർ സ്ഥലങ്ങളിലാണ്. അവരുടെയാണ് പിന്നീട് കണ്ണൂരിൽ ഇസ്ലാം പല ഭാഗങ്ങളിലായി പ്രചരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂരിലെ പള്ളികളെ കുറിച്ച് പറയുന്നത് മാലിക് ദിനാർ കൊടുങ്ങല്ലൂരിൽ താമസമാക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ മാലിക് ബിൻ ഹബീബിനെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി പള്ളി നിർമ്മിക്കാൻ വേണ്ടി അയക്കുകയും ചെയ്യുന്നതാണ് ചരിത്രം. അവർ തന്നെയാണ് ഏഴുമലയിലേക്ക് വരികയും അവിടെ പള്ളി സ്ഥാപിക്കുകയും ചെയ്തതെന്ന് പറയുകയാണ്. ഏഴുമലയിലെ പള്ളികളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ ഇബ്നു ബത്തൂത്ത തന്നെ രേഖപ്പെടുത്തുന്നത് ദർസ് സമ്പ്രദായം ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ തന്നെ ഭക്ഷണം കഴിക്കാൻ പള്ളിയുടെ തൊട്ടടുത്തായി ഭക്ഷണശാല ഉണ്ടായിരുന്നു. യാത്രക്കാരായ മുസ്ലിങ്ങൾക്ക് ആളുകൾക്ക് അവിടെ ഭക്ഷണവും മറ്റും വിതരണം ചെയ്യുകയും അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു. മാടായിയെ കുറിച്ച് പറയാം. അറബികൾ ഏഴുമല പറയുകയുള്ള ദേശത്തെ സൂചിപ്പിക്കാൻ മാവറാഹീനി എന്നാണ് ഏഴുമലയോട് വിശേഷിപ്പിച്ചിരുന്നത്. അതിന് പിറകിലുള്ള സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഹീനി എന്നുള്ളതാണ് ഏഴുമലയെ വിശേഷിപ്പിച്ചിരുന്നത്. ഇതിന് പിന്നിലുള്ള സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാവറാഹീനി എന്നാണ് വിളിച്ചിരുന്നത്. പിൽക്കാലത്ത് ഹീനി മാറായും പിന്നീട് മാടായിയുമായി ആ ദേശനാമം പരിണമിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിനെ മസ്ജിദ് മാടായി എന്ന സ്ഥലത്ത് സ്ഥാപിച്ചതായി കേരള മഹാത്മഗ്രന്ഥത്തെ അവലംബിച്ച് ദിവ്യലോക മലബാർ മാറ്റത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വർഷം 5 എന്ന് സൂചിപ്പിക്കുന്ന ഒരു ലിഖിതം മാടായി മസ്ജിദ് കണ്ടെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഒന്നാമത്തെ മസ്ജിദ് മാടായി സ്ഥാപിതമായതെന്ന് സാഹിത്യത്തിൽ ഒരുപക്ഷെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ തേറ്റപ്പാട്ടിലെ പ്രശസ്തമായ 2 വരികളുണ്ട്. മക്കത്തെ പള്ളി കുപ്പിച്ചൊരു പള്ളി മാടായി പള്ളി, മലനാടിനൊരു പള്ളി മാടായി പള്ളി എന്നുള്ള തേറ്റപ്പാട്ടിലെ പ്രശസ്തമായ വരികളും ആ പള്ളിയുടെ ചരിത്രവും അതിന്റെ പ്രാധാന്യത്തെ കൂടി സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂരിലെ ഇസ്ലാമിക പരിസരത്തിൽ എടുത്തു പറയേണ്ട സാന്നിധ്യങ്ങളാണ് സൂഫികളായ ആളുകൾ. തളിപ്പറമ്പ്, വളപട്ടണം, അതുപോലെ തന്നെ ശ്രീകണ്ഠപുരം, കണ്ണൂർ സിറ്റി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധിയായ സൂഫികൾ വാണിരുന്നു. അവരുടെ ഇടപെടലുകൾ അവിടുത്തെ ഇസ്ലാമിക പ്രചരണത്തിനും മുസ്ലിം സാംസ്കാരിക മുന്നേറ്റത്തിനും വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളപട്ടണത്തേക്ക് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലെ പള്ളികളുടെ പേരുകൾ തന്നെ ഈ സൂഫികളുടെ ഷെയ്ഖുമാരുടെയോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽപ്പത്തുകളുടെയൊക്കെ ചേർത്തി പള്ളികളുടെ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് തലശ്ശേരികളുടെ പെരുങ്ങത്തൂർ സ്ഥിതി ചെയ്യുന്ന പെരുങ്ങത്തൂരിലെത്തി എന്ന് പറയപ്പെടുന്ന ഈ ഒരു കുഫി റഹ്മത്തുള്ളാഹി അലൈഹി. മുഹമ്മദ് സുഹറവർത്തി റഹ്മത്തുള്ളാഹി തന്നെ പ്രസിദ്ധമായ രഹ്മത്തുൽ മുൽക്കി ഈ അലിയുൽ കുഫിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചരിത്രത്തെ കുറിച്ചും അദ്ദേഹം കണ്ണൂരിലേക്ക് വന്നതിനെ കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വളപട്ടണത്തിന്റെ ചരിത്രമുള്ളത്. വളപട്ടണത്തിൽ വലിയ സൂഫി സ്വാധീനവും അവർ വലിയ ഇടപെടലുകൾ നടത്തിയ പ്രദേശം കൂടിയാണ് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം. അവിടെ പ്രദേശത്തുണ്ട്. അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറെ ആളുകൾ അസ്ഥലത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസിദ്ധനായ അബ്ദുൽ ഖാദിർ സാനി റഹ്മത്തുള്ളാഹി ജനിച്ചതും വളപട്ടണത്താണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഷെയ്ഖ് കമാലുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ തന്നെ കണ്ണൂർ സിറ്റിയിലെ സെയ്ദ് മൗലവി ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ നക്ഷബന്ദി ഖലീഫത്തുൽ ഷെയ്ഖായ മുഹമ്മദ് ഷെയ്ഖ് തുടങ്ങി വലിയായി നൂരേരി മുഹമ്മദ് കുട്ടി തങ്ങൾ തുടങ്ങിയ പ്രധാന സൂഫികളെ കണ്ണൂരിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ
18ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഷെയ്ഖുമാരിൽ പ്രധാനിയാണ് 1898 ജനിച്ച ഏഴുമല തങ്ങൾ എന്ന അദ്ദേഹം വലിയൊരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏഴുമല തങ്ങൾ എന്ന പേരിലാണ് അദ്ദേഹം സ്വാധീനം. അതുപോലെ തന്നെ ഏഴുമല തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധനായ സയ്യിദ് ഹാമിദ് കോയ തങ്ങൾ, കുറ്റിക്കുളത്തെ കരിമന്തുരത്തിലുള്ള സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളുടെ മകനാണ് അദ്ദേഹം ജയിക്കുന്നത്. 1945-കളിൽ രാമകളിൽ പടർന്നു പിടിച്ച കോളറ എന്ന രോഗത്തെ മഹാമാരിയെ ജീവിതത്തിലൂടെ ജനങ്ങൾക്കിടയിൽ അവർ ഇതിനെ പ്രശസ്തമാക്കുകയും അതിലൂടെ ആത്മീയ ചികിത്സയിലൂടെ ആ രോഗത്തെ അവരെ മാറ്റിക്കൊടുക്കുകയും ചെയ്ത ചരിത്രം കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നു. 1988-ൽ വഫാത്തായ മഹാൻ രാമകളിൽ മധുരയിലാണ് അധ്യക്ഷം കൊള്ളുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ മുസ്ലിങ്ങളിൽ കണ്ണൂരിലെ തന്നെ കേരളത്തിൽ തന്നെ ഏക മുസ്ലിം ഭരണകൂടമായ അറക്കൽ സ്ഥിതി ചെയ്യുന്നതും കണ്ണൂരിലാണ്. അത് കണ്ണൂരിലെ മഹല്ല് സംവിധാനങ്ങളെയും അവിടുത്തെ മുസ്ലിം സമാജത്തിന്റെ ഇടപെടലുകളിലേക്ക് അറക്കൽ കുടുംബം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പലപ്പോഴും അറക്കൽ കുടുംബത്തിന്റെ കുറിച്ചുള്ള പഠനങ്ങളിൽ ഉണ്ടായൊരു സംശയമെന്നുള്ളത് പിന്നെ സാമൂതിരിയെ പോലെയോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു രാജകുടുംബങ്ങളെ പോലെ ഒരു ജനകീയമായ ഒരു രാജകുടുംബമായി അറക്കൽ രാജകുടുംബത്തെ വായിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഒരുപക്ഷെ കൂടുതലായി വിദേശ വ്യാപാരങ്ങളിലാണ് അറക്കൽ കുടുംബം ശ്രദ്ധിച്ചിട്ടുള്ളത്. വളരെ വലിയ വിദേശ ബന്ധങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ദക്ഷിണ സമൂഹങ്ങളിലും അതുപോലെ തന്നെ കണ്ണൂരിന്റെ മേഖലകളിലൊക്കെ ആയിരുന്നു അവർക്ക് കൂടുതൽ സ്വാധീനം ഭരണ കേന്ദ്രങ്ങളായി ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ ഗൾഫ് നാടുകളിലെ രാജാക്കന്മാർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർക്ക് വലിയ അളവിലുള്ള ധനം സഹായം നൽകി സഹായിച്ചതും അറക്കൽ കുടുംബമാണെന്ന് കാണാൻ സാധിക്കും. അങ്ങനെ നിരവധി ചരിത്രങ്ങൾ കണ്ണൂരിലെ മുസ്ലിം പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറബി സാഹിത്യത്തിന് അല്ലെങ്കിൽ അറബി മലയാള ഭാഷയിൽ രചിക്കപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ ഒക്കെ എടുത്തു പറയാനായിട്ട് സമയത്തിന്റെ പരിമിതി പോലും നിർത്തുകയാണ്. ഇനിയും കണ്ണൂർ ജില്ലയിലെ മുസ്ലിം പാരമ്പര്യത്തെയും ചരിത്രത്തെയും കുറിച്ചും പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്.